നമസ്കാരം. താരസഖണ്ഡ അമ്മയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ ഒരു പ്രവാഹം തന്നെയാണ്. ഈ സമയത്തും താരസഖണ്ഡ അമ്മയുടെ വാർത്തയാണ്. ഇന്ന് രാവിലെ മുതൽ വാർത്തകൾ നിറഞ്ഞിരുന്ന ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അമ്മ ബൈലോയിൽ ഹഡോക് കമ്മിറ്റി ഇല്ലെന്ന് ശ്വേതാ മേനോൻ കോടതിയെ അറിയിച്ചു. നിലവിലെ കമ്മിറ്റി ചട്ടവിരുദ്ധമെന്നും ശ്വേത ഹർജിയിൽ പറയുന്നു. ഹഡോക് കമ്മിറ്റിക്ക് താൽക്കാലിക വിലക്ക് മുനിസിപ്പൽ കോടതിയിൽ നിന്ന് താൽക്കാലിക വിലക്ക്. അതോടുകൂടി കമ്മിറ്റി, ഹഡോക് കമ്മിറ്റി എന്ന താൽക്കാലിക കമ്മിറ്റിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന് ശ്വേതാ മേനോൻ കോടതിയിൽ പോയി തെളിവുകൾ സഹിതം അന്ന് ജനറൽ ബോഡിയിലുണ്ടായ വാക്ക് ഫൈറ്റുകൾ, ദൃശ്യങ്ങൾ, ഓഡിയോ, വീഡിയോ എല്ലാം കോടതിയിലേക്ക് നൽകിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് വെച്ചാണ് ഇപ്പോൾ ഈ കമ്മിറ്റിക്ക് സ്റ്റേ നൽകിയിരിക്കുന്നത്. ആ സ്റ്റേയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നിരിക്കുന്നത്, ഇതിൻ്റെ ചെയർമാനായിരുന്ന നമ്മുടെ രമേശ് പിഷാരടി രാജിവെച്ചിരിക്കുന്നു. രമേശ് പിഷാരടി ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. കോടതി പറഞ്ഞതനുസരിച്ച് ഞാൻ മാറുന്നു എന്നാണ് പിഷാരടി അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇപ്പം എന്നോട് ചിലർ പറഞ്ഞു, ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കൂടി രാജിവെച്ച ഒരാൾക്ക് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റേ വാങ്ങിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിച്ചു. എനിക്ക് വേണമെങ്കിൽ ഈ സ്റ്റേക്കെതിരെ നാളെ കോടതിയിൽ കണ്ട് ഇതെങ്ങനെയാണ് ഈ സ്റ്റേ വരുന്നത്, പ്രാഥമിക അംഗത്വം ഇതും രാജിവെച്ച് പോയവരല്ലേ ഇത് തന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തുടരാമെന്നൊക്കെ പറയാം. പക്ഷെ എനിക്കങ്ങനെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം എന്നുള്ള യാതൊരുവിധ ആഗ്രഹവുമില്ല. എൻ്റെ സഹപ്രവർത്തകരായിട്ടല്ല, ഒരുപക്ഷെ സഹപ്രവർത്തകരെന്ന് പറയരുത്, പലരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അവരൊക്കെ എന്നേക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നതും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നതും ഞങ്ങൾ എത്രയോ കാലം ഒരുപാട് സ്റ്റേജ് ഷോകൾ ചെയ്തുമൊക്കെ ഈ സംഘടന ഈ ലെവലിലാക്കിയെടുത്ത് നിന്നും എനിക്കിതിനെ കോടതി കയറ്റാനോ ഇതിനെതിരെ എന്തെങ്കിലും പറയുവാനോ അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. പിന്നീട് അദ്ദേഹം പറയുന്നത് സംഘടനയെ കോടതിയിൽ കയറ്റാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഓഡിയോ പുറത്തു വിട്ടതിൽ വേദനയുണ്ട്. ഇന്ന് ശ്വേതാ മേനോൻ പിഷാരടിയും സംസാരിക്കുന്ന ഓഡിയോ പുറത്തു വന്നിരുന്നു. അത് തനിക്ക് വേദന ഉണ്ടാക്കിയെന്നും പിഷാരടി പറയുന്നുണ്ട്. അപ്പോൾ ഇനി കമ്മിറ്റിയുടെ പോക്ക് എങ്ങോട്ടാണ്? ആദ്യം 9 പേരുണ്ടായിരുന്നു, അതിൽ നിന്നും ഒരാൾ രാജിവെച്ചു, ആശാരവന്ത് രാജിവെച്ചു. പിന്നീട് 8 പേരായി. കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് 7 പേര് പങ്കെടുത്തുള്ളൂ. ഡോക്ടർ റോണി പങ്കെടുത്തില്ല. അവിടെയും ശൂന്യത ഉണ്ടാകുന്നു. ഇപ്പോൾ സ്റ്റേ വന്നപ്പോൾ പിഷാരടി രാജിവെക്കുന്നു. പിഷാരടി ഇതില്ല. പക്ഷേ കോടതിയിൽ എന്തായാലും പിഷാരടി പോകേണ്ടതായി വരും. കോടതി വിളിക്കുമ്പോൾ പിഷാരടി പോകേണ്ടതായി വരും. അപ്പോൾ പിഷാരടിയുടെ നിലപാട് അവിടെ വ്യക്തമാക്കും. അദ്ദേഹം ഒരു MLA കൂടിയാണ്. അദ്ദേഹത്തിന് ഇന്നത്തെ ഓഡിയോ അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടായി. കാരണം അദ്ദേഹം ഒരു ആളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഓഡിയോ പുറത്ത് എങ്ങനെ വന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആരാണ് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ് ചോദിക്കുന്നത്. ആ ഓഡിയോ പുള്ളിയുടെ രാഷ്ട്രീയത്തിലും ആ ഒരു ചെറിയ കേടുപാടുകൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഡിയോ ആയി എന്നതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്റ്റേ വന്നപ്പോൾ പിഷാരടി ആ കമ്മിറ്റിയില്ല. എന്തിനാണ് ഞാൻ ഇത്രയും വലിയ ഭാരം എടുത്തു വെക്കുന്നതെന്ന് പുള്ളിക്ക് തോന്നിയതിൽ ഒരു കുഴപ്പവുമില്ല. കാരണം പുള്ളി ഒരു രാഷ്ട്രീയക്കാരനാണ്. അമ്മയെ നല്ല രീതിക്ക് നയിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം പോയത്. കാരണം മീറ്റിംഗ് സമയത്ത് ഈ ഹഡോക് കമ്മിറ്റി എടുക്കുന്ന സമയത്ത് പിഷാരടി ഇല്ല എന്നും കോടതിയിൽ ശ്വേതാ മേനോൻ പറഞ്ഞു. അതുമെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിഷാരടി രാജിവെച്ചു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് 2 ദിവസമായി കുറേ ആളുകളുമായി സംസാരിച്ചപ്പോൾ പുതിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ തീരുമാനിക്കുന്നു അറിയുന്നത്. സിനിമാ കൂട്ടായ്മ. ഇപ്പോൾ താരസംഘടന അമ്മ എന്ന് പറയുന്നതുപോലെ ഒരു സിനിമാ ക്ലബ്ബ് അല്ലെങ്കിൽ സിനിമാ കൂട്ടായ്മ എന്ന് സിനിമയിൽ സജീവമായിരിക്കുന്ന ആളുകൾ ഒത്തുചേർന്നൊരു കൂട്ടായ്മ രൂപം കൊള്ളാൻ പോകുന്നു. അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ്. ഇത്രയും നാണക്കേടുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനം വരുന്നതിൽ ആലോചന തുടങ്ങിയിരിക്കുന്നു. നിലവിലെ സിനിമാക്കാരുടെ പ്രശ്നങ്ങളിൽ കമ്മിറ്റി ഇടപെട്ടിട്ടില്ല. ബിജു മേനോനുമായിട്ടൊരു വിഷയം വന്നിരുന്നു, ജോജുമായിട്ടൊരു വിഷയം വന്നിരുന്നു. അന്നൊന്നും ഈ താരസംഘടന അമ്മ അതിലൊന്നും ഇടപെടാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇവർ ചർച്ച ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിനിമാ കൂട്ടായ്മ രൂപം നൽകാൻ ഇപ്പോൾ അണിയറ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. നമുക്കറിയാം, ഒറ്റ രാത്രി കൊണ്ടാണ് മാക്ട പിളർന്നും ഉണ്ടായ ഒരു സാഹചര്യമുണ്ട് അല്ലേ? അത് പിളർന്നുകൊണ്ട് തന്നെയായിരുന്നു ഫെപ്ക ഉണ്ടാകുന്നത്. ഒറ്റ രാത്രി കൊണ്ടായിരുന്നു. അപ്പോൾ ഇത് പിളർത്താനൊന്നുമല്ല ഇവർ ശ്രമിക്കുന്നത്. ഈ കൂട്ടായ്മ നിലവിലുള്ള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ആളുകളുമായിട്ടൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊള്ളാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു.
നേതൃത്വ നിരയിലേക്ക് ആളുകൾ വന്നിരിക്കുന്നു. സിനിമയിൽ സജീവമായിരിക്കുന്ന ആളുകൾ വന്നിരിക്കുന്നു. അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അത്തരമൊരു സംഭവത്തിലേക്ക്, സംഘടനയിലേക്ക് രൂപം കൊള്ളാനുള്ള ചർച്ചകൾ തുടങ്ങി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയാണ്, അമ്മയിലുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും അത്തരമൊരു സംഘടന വന്നു കഴിഞ്ഞാൽ ഇനി എത്ര പേര് അതിലേക്കുണ്ടാവും? സിനിമാക്കാരുടെ അഭിനയിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കണം സംഘടന വേണ്ടത്. അത് ഈ ഇടയ്ക്കുണ്ടായ സംഭവത്തിൽ ഈ സംഘടനയിൽ നിന്നും ആരും ഇടപെട്ടിട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ആലോചന ഇപ്പോൾ എല്ലാം നന്നായി പോകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നന്നായി പോകാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു കൂട്ടായ്മയ്ക്കുള്ള സാധ്യത കാണുന്നത്. അതോടൊപ്പം ഇനി കോടതി പോകണം. ഇപ്പം ഈ കോടതിയിൽ വിലക്ക് വന്നപ്പോൾ ഈ നിലവിലുള്ള കമ്മിറ്റി, അഡ്വക്കേറ്റ് കമ്മിറ്റിയിലെ ആളുകൾ കോടതി പോകണം. മേൽക്കോടതി പോകണമെങ്കിൽ അതിന് പൈസ വേണം. ആ പൈസ ഈ കമ്മിറ്റിയിൽ നിന്ന് ഇറക്കാൻ പറ്റുമോ എന്നറിയണം. ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ള സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അതിലും മേൽക്കോടതി പോകണം, ഹൈക്കോടതി പോകണം. ആ സ്റ്റേ മാറ്റാൻ ഹൈക്കോടതി പോകണം. അതിന് പോകാനുള്ള റൂൾസ് ഉണ്ടോ എന്നറിയില്ല. അത് ബൈലോയിൽ പറയുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ വരുമ്പോൾ കോടതിയിൽ നിയമപോരാട്ടം നിൽക്കും. അങ്ങനെ വരുമ്പോൾ ഒരു റിസീവർ ഭരണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ റിസീവർ ഭരണം വന്നാൽ അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്യും. അപ്പോൾ ഈ പാവങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം നിലച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ക്ലൈമാക്സിലെത്തി നിൽക്കുകയാണ് ഈ വിഷയം. സിനിമയുടെ ക്ലൈമാക്സിൽ നിൽക്കുകയാണ്. ഇനി ക്ലൈമാക്സ് കാണുകയാണ് നമ്മൾ. എന്താണ് ക്ലൈമാക്സിൽ ഉണ്ടാകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം.